വീടുകൾ കയറുന്ന സമയത്ത് വലിയ പിന്തുണയാണ് നാടാകെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിനനുസരിച്ച് വലിയ വിജയം നേടാൻ ആവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. തദ്ദേശപ്പോരിൽ ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ 35-ാം വാർഡില് LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഉള്ളത്. DYFIയുടെ ഒക്കെ സജീവ പ്രവർത്തകനായും ഭാരവാഹിയുമായിട്ട് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല മാത്രമല്ല, ഈ വാർഡ് LDFന്റെ ഉരുക്കുകോട്ടയാണ്. ആ കോട്ട ഇളക്കുമെന്ന ഒരു വാശിയിലാണ് UDF പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. വീടുകളിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാർ, ഈ വാർഡിലുള്ള ആളുകൾ, നാട്ടോട്ട് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന നാട്ടുകാർ, അവരുടെ പ്രതികരണം ഉണ്ടായി. നല്ല പ്രതികരണമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥാനാർത്ഥി പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം വീടുകൾ കയറുന്ന സമയത്ത് വലിയ പിന്തുണയാണ് നാടാകെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിനനുസരിച്ച് വലിയ വിജയം നേടാൻ ആവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. പെരിന്തൽമണ്ണ നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ഇപ്പോൾ കോട്ട എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള ഈ വാർഡിൽ നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടാവുമല്ലോ, അതിന്റെ തുടർച്ചയാണ് ഇനി ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ടാവുന്നത്. അങ്ങനെ എടുത്തു പറയാൻ, ചൂണ്ടിക്കാണിക്കാനുള്ള, നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള വികസന പ്രവർത്തനം കഴിഞ്ഞ 30 വർഷക്കാലത്ത് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇടതുപക്ഷം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഈ പുത്തൂർ വാർഡിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ളതാണ്. അത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഞങ്ങളുടെ വാർഡ്. അപ്പോൾ കഴിഞ്ഞ കൗൺസിലാണെങ്കിൽ നമ്മുടെ ഈ പാടത്തെ കുളമാണെങ്കിലും അതുപോലെ തന്നെ റോഡുകളാണെങ്കിലും അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള വികസനങ്ങൾ കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ കൗൺസിലാണെങ്കിൽ 500 കോടിയോളം രൂപയുടെ വലിയ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കൗൺസിലാണ് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ. അപ്പൊ തീർച്ചയായും ആ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഈ വാർഡിലെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ നഗരത്തിന്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു. വാർഡിൽ ഇപ്പൊ നേരത്തെ കൗൺസിലർമാരായിരുന്ന ആളുകളൊക്കെ ഇവിടെ ഇപ്പൊ റോഡുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് പലരും പറഞ്ഞു വെച്ചത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാർഡിൻ്റെതായിട്ട് എന്തെങ്കിലും ഇപ്പൊ നേരത്തെ UDFകാരൊക്കെ ആരോപിച്ച പോലെ ഒരു വികസനമില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി പുതിയതായിട്ട് ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങളായിട്ടുണ്ട്? തീർച്ചയായും. കാരണം പുതിയൊരു കൗൺസിൽ വരുന്നതോട് കൂടി കൗൺസിലും അതുപോലെ തന്നെ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കും. എങ്ങനെയാണ് അടുത്തൊരു വർഷത്തെ 5 വർഷക്കാലം ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ പുതിയ ഭരണസമിതി എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് പാർട്ടിക്കും അതുപോലെ തന്നെ അതിന്റെ നേതൃത്വത്തിനും ഇപ്പോൾ തന്നെ അതിന്റെ മനസ്സിലുണ്ട്. തീർച്ചയായും കൗൺസിൽ വന്നതിന് ശേഷം വലിയ വികസന പ്രവർത്തനങ്ങൾ, കാരണം പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുക പെരിന്തൽമണ്ണ. ഒരുപാട് ആളുകൾ വന്നു പോകുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ. അങ്ങനെ ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന നഗരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പെരിന്തൽമണ്ണ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരേണ്ടതുണ്ട്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഓരോ പിടിച്ചെടുക്കും അതുപോലെ തന്നെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ വാർഡിൽ തന്നെ UDF ഈ വാർഡ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതിന്റെ സത്യാവസ്ഥ. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ മുനിസിപ്പൽ ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവരുടെ അനുഭവങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും അവരാണ് വോട്ട് ചെയ്യുന്ന ആളുകൾ. അത് വോട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുക എന്നുള്ള നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി, അതുകൂടാതെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, ഇതൊക്കെ ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏറെ സ്വാധീനിച്ചേക്കാം. അത് ഈ പെരിന്തൽമണ്ണയിലും ഈ വാർഡിലും ഒക്കെ സ്വാധീനിക്കുമെന്ന ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ട്? തീർച്ചയായും. കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 18 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയ ആളുകളാണ്. അത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തി അത് വർദ്ധിപ്പിച്ചു, ആ കുടിശ്ശിക മുഴുവൻ അവസാനിപ്പിച്ചു. ഇപ്പൊ അത് 2000-ലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളെ വാർഡിലെ ആളുകൾ, പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അവർ വലിയ സന്തോഷത്തില്ല. കാരണം
മറ്റുള്ള ആളുകളുടെ ആശ്രയമില്ലാതെ ഓരോ മാസവും 2000 രൂപ ഇപ്പൊ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ 2500 ആക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് ഘട്ടഘട്ടമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2000 രൂപയിലേക്ക് എത്തിച്ചത്. തീർച്ചയായും ഇത് വാങ്ങുന്ന ആളുകൾക്ക് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പിന്തുണയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിലൊക്കെ ചിലപ്പോ മക്കളെ ആശ്രയിക്കാതെ മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ മാസം മാസം അവരുടെ കയ്യിലേക്ക് ഒരു തുക വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അത് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അപ്പോ അവസാനമായിട്ട് താങ്കളോട് ഒരു ചോദ്യം കൂടി. വാർഡ് LDFന്റെ ഒരുക്കുകോട്ടയാണ്. നമ്മളിപ്പോ എവിടെയായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ UDFന് അല്ലെങ്കിൽ ചില സ്ഥലം മുസ്ലിം ലീഗിന്, ചില സമയത്ത് CPM, അങ്ങനെ ഓരോ പോക്കറ്റുകളുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ CPMന്റെ ഉരുക്കുകോട്ട തന്നെയാണ്. ഇത് കാലങ്ങളായി CPMന്റെ ഉരുക്കുകോട്ടയാണ്. ഈ വാർഡ് UDF പിടിച്ചെടുക്കുമെന്ന് അവർ പറയുന്നു. മത്സരത്തിന് ശേഷം അവസാനം ഈ വാർഡിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് 100% പ്രതീക്ഷയുണ്ടോ താങ്കൾ? ഇതില് 100% അല്ല പ്രതീക്ഷ, 100ന് മുകളിൽ ഞങ്ങൾ പ്രതീക്ഷ. കാരണം നേരത്തെ സൂചിപ്പിച്ചത് ഇത് വെറുതെ ഒരു കോട്ടയായതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുന്ന് വിജയിച്ച് കയറിയ കൗൺസിലർമാർ നടത്തിയ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊരു കോട്ടയായതാണ്. പെരിന്തൽമണ്ണയിൽ നേരത്തെ സൂചിപ്പിച്ചത് പല CPMന്റെ വലിയ ആധിപത്യത്തോടു കൂടി വിജയിപ്പിക്കുന്ന പല വാർഡുകളുണ്ട്. അങ്ങനെ ഒരു വാർഡ് തന്നെയാണ് ശരിക്കും ഈ പറയുന്ന പുത്തൂര് 35-ാം വാർഡ്. ഇത് തീർച്ചയായും ഇപ്പൊ പിടിക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഞാൻ ഈ രാഷ്ട്രീയം പറയല്ല, കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ പുത്തൂർ വാർഡിനകത്ത് ഇവിടുത്തെ ജനങ്ങളെ നേരിട്ട് അറിയുന്ന ആളുകൾക്കറിയാം. ഇവിടെ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരെന്ന് പറയുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം വന്നു പോകുന്ന ആളുകളാണ്. അതല്ലാതെ ഇവിടുത്തെ നാട്ടുകാരുടെയോ ഇവിടുത്തെ ആളുകളുടെയോ പ്രശ്നത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ആളുകളാണ്. അത് ദൈനംദിനമായി തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും ദൈനംദിനം എന്ന പോലെ അവരുടെയൊക്കെ വീടുകളിലെ ഒരാളെ പോലെയാണ് ഇവിടുത്തെ പാർട്ടി സംവിധാനം ഇടപെട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല 100ന് മുകളിൽ ശതമാനം എന്ന് കൂട്ടുന്ന തരത്തിൽ ഒരുപക്ഷെ CPMന്റെ നേരത്തെ കൗൺസിലർമാരായിരുന്ന അതുപോലെ തന്നെ നഗരസഭ ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ വാർഡിൽ നിന്ന് ജയിച്ചു പോയവര്. അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് ശ്രീ രാഹുൽ വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ്, നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ നാട്ടുകാരൻ നാട്ടുവോട്ട് തേടി വരുമ്പോൾ നാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ ഏറ്റവും ജനകീയനായ യുവമുഖമായ എല്ലാവർക്കും എന്താ പറയുക എല്ലാത്തിനും സഹായത്തിന് ഓടിയെത്തുന്ന DYFIയുടെ പ്രവർത്തകനും ഭാരവാഹിയും ഒക്കെ ആയ രാഹുൽ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി ജനങ്ങൾക്ക് അദ്ദേഹം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും വിജയാശംസകൾ നേരാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. ആര് ജയിക്കണം, ആര് തോൽക്കണം, ആര് വാഴണം, ആര് വാഴണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇവിടുത്തെ ജനപ്രതിനിധി ആരാവണമെന്ന്. ജനം തീരുമാനിക്കും ആര് വേണം അവരുടെ കൗൺസിലറായിട്ടെന്ന്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.